വടക്കൊരു ദേശത്ത് വടക്കമ്പാട്ടുകളിലെ വീര ഇതിഹാസങ്ങളായ തച്ചോളി അമ്പുവും പാലോളിച്ചേകവരും ജനിച്ചൊരു നാട്. തീർന്നില്ല. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ബ്രിട്ടീഷ് പടയാളികൾക്കെതിരെ ചുഴറ്റിയ ഉറുമികൊണ്ടും വീശിയ വാളുകൊണ്ടും നെഞ്ചുവിരിച്ചു നിന്ന് ജനിച്ച നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ധീരമായി പോരാടിയ കൈതേരി മാക്കത്തിന്റെയും കൈതേരി അമ്പുവിന്റെയും നാട്. അതെ, ഇതാണ് കൈതേരി മാക്കത്തിന്റെയും കൈതേരി അമ്പുവിന്റെ അതേ രക്തസിരകളിൽ സൂക്ഷിക്കുന്ന നെഞ്ചുറപ്പുള്ള നെഞ്ചുവക്കുള്ള സ്ത്രീകളും പുരുഷന്മാരും ജീവിക്കുന്ന ഭൂമി മലയാളത്തിലെ ആ ഒരേ ഒരു നാട്. ഏകദേശം 68% ഹിന്ദുക്കളും 20% മുസ്ലിങ്ങളും ബാക്കി വരുന്ന ക്രിസ്ത്യാനികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി തോളിൽ കൈയിട്ട് നടക്കുന്ന ഈ നാടിന്റെ വർഗീയ കലാപ ചരിത്രവും അന്വേഷിച്ചു വരുന്നവർ ചമ്മി തിരിച്ചു പോകേണ്ടി വരുമെന്നുള്ള കാര്യം നമ്മൾ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ഈ നാടിന്റെ പേരെന്താണെന്ന് പിടികിട്ടിയവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്യാൻ വേണ്ടി കാണിക്കാതിരിക്കുക. ഇനി പിടികിട്ടാത്തവർക്കായി കുറച്ചുകൂടി കൂളു നമ്മൾ തരാം. അമ്മായി തക്കാരത്തിന്റെ പെരുമ പറയുന്ന പലഹാരക്കടകൾ ധാരാളമായി ഈ പട്ടണത്തിൽ കാണാം. വൈകുന്നേരത്തോടെ എല്ലുമുറിയെ പണിയെടുത്ത് പല്ലുമുറി തിന്നാൻ വേണ്ടി വീട്ടിലേക്ക് പരക്കം പായുന്നതിന്റെ ഇടയിൽ വയ്യോര പീടിയെന്ന് സീഡ്സും ഫ്രൂട്ട്സും കടലക്കയും വാങ്ങി ബാഗിൽ വെക്കാൻ എല്ലാവരും തിടുക്കം കാട്ടുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇവർ കൊണ്ടുവരുന്ന വിഭവങ്ങളും കാത്ത് കൊതിയോടെ ഓരോ വീടിന്റെ ഉമ്മറത്തിലും അവർക്ക് സ്വാഗതം പറയുവാൻ കാത്തിരിക്കുന്നുണ്ടാകും കുറെ കുഞ്ഞു കുഞ്ഞു മൊഞ്ചത്തികളും മൊഞ്ചന്മാരും. ഓള് പറഞ്ഞ് പച്ചക്കറിയല്ല എന്തില്ലേനൂന്ന് ആലോചിക്കുകയാണ് ഒരു കാക്കി കുപ്പായക്കാരൻ. ഇനി എപ്പാ ഞാൻ വീട്ടിലെത്തുന്നതെന്ന് പറഞ്ഞ് സഞ്ജീവൻ ഞെത്തി പരക്കം പായാണ് കറുത്ത ചുരിദാർ ഇട്ട വീട്ടമ്മ. ബസ് സ്റ്റാൻഡിലെ സ്ഥിരം കാഴ്ചയായ കടല മൊയിലാളിന്റെ കയ്യിൽ നിന്ന് കുറച്ച് കടലക്ക വാങ്ങി കുറിച്ചുകൊണ്ട് മനക്കണ്ണിൽ കൊട്ടാരം പണിയാണ് നമ്മളെ ബംഗാളി ചേട്ടൻ. കൂടണിയാൻ സമയമായി. അപ്പോഴത്തേക്ക് മംഗലപ്പുരയിൽ ലൈറ്റും കത്തിച്ച് ബസ് വന്നു. അതുവരെ നമ്മൾ വേറെ ഇങ്ങൾ വേറെ എന്നും പറഞ്ഞു നിന്നിരുന്ന മലയാളിയും ബംഗാളിയും ഒറ്റക്കെട്ടായി എന്ന് തോന്നുന്ന കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. എന്നാലും ഇതിന്റെ ഇടയിലൊരു മൈക്കരത്തിന്റെ യുദ്ധം നടന്നിട്ടില്ലേ എന്നൊരു സംശയം നമുക്കില്ലായില്ല. വാടാത്ത മനസ്സുമായി വാടുന്ന പൂക്കൾക്ക് മുന്നിലെ പൂക്കച്ചടക്കാരിൽ നിന്നും ക്യാമറ നേരെ ഓട്ടർഷയെ മാടി വിളിക്കുന്ന ഓൾഡ് ലവേഴ്സ് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ പുറകിലേക്ക്. ഒരു കാലത്ത് ഈ നാട്ടുകാരെ പുളകം കൊള്ളിച്ച ഇവിടുത്തെ ശങ്കർ തിയേറ്ററിനും ശൈല തിയേറ്ററിനും പകരം അത്യാധുനികരിച്ച ഡോൾബി അറ്റ്മോസ് സിസ്റ്റത്തിലുള്ള ബേബി സിനിമാസ് എന്ന മൾട്ടിപ്ലക്സ് തിയേറ്റർ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. എന്നാലും നമ്മളെ ശൈല തിയേറ്ററും ശങ്കർ തിയേറ്ററും ഈ നാട്ടുകാരുടെ മനസ്സിൽ ഒരു വികാരമായി തന്നെ ഇന്നുമുണ്ടത്രേ. ഇനി ഈ നാടിന്റെ പേര് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താം. ഈ വരുന്ന ജനുവരി 7-ാം തീയതി മുതൽ ഈ നാട്ടിൽ വീണ്ടും ഒരു യുദ്ധം നടക്കാൻ വേണ്ടി പോവാണ്. മൈക്കരുത്തിന്റെയും കൈക്കരുത്തിന്റെയും ഒരു യുദ്ധം. അതേ മക്കളെ, തച്ചോളി അമ്പുവിന്റെയും പാലോളി ചേകവരുടെ നാട്ടിൽ വീണ്ടും ഒരു അംഗം അരങ്ങേറുവാൻ പോവുകയാണ്. ഇനി ഇത്രയും പറഞ്ഞിട്ട് ഈ നാട് ഏതാ മനസ്സിലാവാത്തവർക്കായിട്ട് നമ്മൾ ആവനായില്ല അവസാനത്തെ കുളുവും പുറത്തേക്ക് എടുക്കുകയാണ്. കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് കേവലം ഒരു സ്ഥലമല്ല ഈ നാട്. അവരുടെ രാഷ്ട്രീയ പോരാട്ട ഭൂമികയിൽ പൗരുഷങ്ങൾ നെഞ്ചുവിരിച്ച് നടത്തിയ സമരചരിത്രത്തിലെ ചോരക്കിനിയുന്ന ഒരു ഏട് കൂടിയാണ്. അതെ, ഇതാണ് കണ്ണൂരിലെ കൂത്തുപറമ്പ്. 1994 നവംബർ 25. അങ്ങനെ ഒരു ദിവസം കേരളം ഇന്നും മറന്നിട്ടുണ്ടാവില്ല. പോലീസ് വെടിവെപ്പിൽ 5 മനുഷ്യ ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത്. അതിലൊരു വെടിയുണ്ടിയായി പുഷ്പൻ എന്ന സഖാവ് ജീവനുള്ള രക്തസാക്ഷിയായി ഇന്നും ജീവിക്കുകയാണ്. ഇനി നമുക്ക് നമ്മളെ കൂത്തുറമ്പിനെ കുറിച്ച് പറയാം. കൂത്തു നടക്കാറുള്ള പറമ്പ് എന്നതിൽ നിന്നാണ് കൂത്തുറമ്പ് ഉണ്ടായതെന്നാണ് ചരിത്രം. നമ്മുടെ സ്വന്തം പഴശ്ശിരാജാവിന്റെ ഇഷ്ട വിനോദമായിരുന്നത്രേ ചാക്യാർ കൂത്ത്. പഴശ്ശി കൊട്ടാരത്തിന് ഏതാനും കിലോമീറ്റർ മാത്രമുള്ള ഇവിടുത്തെ വലിയ മൈതാനത്തിൽ വെച്ചായിരുന്നത്രേ അന്ന് ചാക്യാർ കൂത്ത് നടത്തിയിരുന്നത്. അതുകൊണ്ടാണ് കൂത്ത് നടക്കുന്ന പറമ്പ് പിന്നീട് കൂത്തുപറമ്പായതെന്നാണ് ചരിത്രം. ഇനി നമുക്ക് നേരത്തെ സൂചിപ്പിച്ച 7-ാം തീയതി മുതൽ നടക്കാൻ വേണ്ടി പോകുന്ന യുദ്ധത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. തപസ്സിന്റെ ജപശക്തിയെ വെല്ലുന്ന മനസ്സും കരുത്തിൽ കടഞ്ഞെടുത്ത കൈകളുടെ ശക്തിയും തേജസ്സാക്കി കൂത്തുപറമ്പിന്റെ രണഭൂമിയിൽ വീണ്ടും ഒരു യുദ്ധം അരങ്ങേറുകയാണ് മക്കളെ. തലശ്ശേരി കൂർഗ് റോഡിൽ നിന്ന് കൂത്തുപറമ്പ് കണ്ണൂർ റോഡിനെ ബന്ധിപ്പിക്കുന്ന പഴയ നിരത്തിലാണ് കൈക്കരുത്തിന്റെ ഈ മാമാങ്കം നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കോളിക്കളിയിലെ കാൽപന്ത് കളിയിലെ കാൽക്കരുത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞെങ്കിൽ ഇപ്രാവശ്യം കൂത്തുപറമ്പിലെ കൈപ്പന്ത് കളിയിലെ കൈക്കരുത്തിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. എന്തിനാണ് പോയക്കരെ നിങ്ങൾ ഈ കാൽപന്ത് കളിനെയും കൈപ്പന്ത് കളിനെയും ഇത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്നതെന്നും ചോദിച്ച് ഈ വീഡിയോ കാണുന്ന എന്റെ പൊന്നാര ചങ്ങായിമാരോട്, ബേള് കൊണ്ടും തോക്കുകൊണ്ടും ബോംബ് കൊണ്ടുള്ള യുദ്ധത്തെക്കാൾ ഉമ്മക്കും നമ്മളെ നാട്ടുകാർക്ക് ഇഷ്ടം മൈക്കരുത്തുകൊണ്ടുള്ള ഇമ്മാരി യുദ്ധത്തിനെയാണ് എന്റെ പൊന്നാര ചങ്ങായിമാരെ. കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യ ആൾക്കാരെ മനുഷ്യന്മാരായി ഉൾക്കൊള്ളിക്കുന്ന ഏത് പ്രവർത്തനത്തെയും നിങ്ങളൊന്ന് പ്രൊമോട്ട് ചെയ്ത് നോക്ക്. അങ്ങനെ പ്രൊമോട്ട് ചെയ്താലേ നമ്മുടെ നാട് ഒരുമയും സ്നേഹവും സന്തോഷമുള്ള നാടാവൂ എന്റെ പൊന്നാര മണിമുത്തുകളെ. അങ്കത്തട്ടിൽ മരണമണി മുഴകുമ്പോഴും മാന്ത്രിക പുനർജനിയുടെ മത്സരഫലങ്ങൾ മാറ്റിമറിക്കുവാൻ കഴിവുള്ള അംഗചേകവന്മാരുടെ അങ്കത്തട്ടിലാണ് മക്കളെ നമ്മളിപ്പോൾ നിൽക്കുന്നത്. പി നാണു മാസ്റ്റർ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന KV സുധീഷ് വോളി 2K24ന്റെ കൂത്തുപറമ്പ് പഴയ നിരത്തുള്ള ഈ മിനി സ്റ്റേഡിയത്തിന്റെ പണി ഇങ്ങനെ പൂർത്തീകരിച്ചു വരികയാണ്. അതിനുവേണ്ടി രാവും പകലും അധ്വാനിക്കുന്ന നല്ല ചുറുചുറുക്കുള്ള മൊഞ്ചന്മാരായ ഇതിന്റെ സംഘാടകരെ എത്ര കൊണ്ടും അഭിനന്ദിച്ചാൽ മതിയാവൂല എന്നാണ് നമ്മളെ മറ്റൊരു അഭിപ്രായം. അപ്പം ചിലർ അതിനെന്താ ഇവര് ടിക്കറ്റ് വെച്ച് പൈസ മേടിക്കൂലേന്ന്. ആടെയാണ് എന്റെ പൊന്നാര മണിമുത്തുകളെ ഞങ്ങൾക്ക് തെറ്റിയത്. ഈടെ വരുന്ന കുട്ടികൾക്കും അച്ഛകൾക്കും ഒന്നും ടിക്കറ്റ് വേണ്ടാന്ന് ഈ സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. നിങ്ങളെ കുടുംബത്തെയും കൂട്ടി ജനുവരി 7-ാം തീയതി മുതൽ 13-ാം തീയതി എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ഒന്നും നോക്കണ്ട ഇവിടത്തേക്ക് പോകുന്നോളി. അങ്ങനെ നമ്മളെ KV സുധീഷ് വോളി കമ്മിറ്റി ഓഫീസിനടുത്തുള്ള പഞ്ചാരന്റെ കടയിൽ നിന്ന് പഞ്ചാരയിട്ട ചായയും പഞ്ചാരക്കടിയും കഴിപ്പിച്ച് കമ്മിറ്റി അംഗം ബഷീർക്ക് തന്റെ സ്കൂട്ടറിന്റെ പുറത്ത് നമ്മളെയും കയറ്റി പഴയ നേരത്തിലെ ഗ്രാമക്കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകാൻ. അപ്പം മുഴുവൻ കലാകായിക പ്രേമികളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ പറയാണ്, കൂത്തുപറമ്പ് ഈ നാടിന്റെ വിശേഷങ്ങൾ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഷെയർ ചെയ്ത് സംഘാടക സമിതി അംഗങ്ങളായി ചെറുപ്പക്കാരെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നിർബന്ധിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം മിസ്റ്റർ പോയക്കര തൽക്കാലത്തേക്ക് മൈക്ക് മറ്റൊരാൾക്ക് കൈമാറുകയാണ്. കാലം ഒരു കവിത പോലെ പരന്നൊഴുകുമ്പോൾ കൈപ്പന്ത് കളിയും അതിലൊരു ബിന്ദുവായി അലിഞ്ഞു ചേരുകയാണ്. ഹൃദയ തുടിപ്പിന്റെ താളത്തിനൊപ്പം സിരകളിൽ ആവാഹിച്ച വോളിബോൾ പോരാട്ടത്തിന് കളമൊരുക്കി കൂത്തുപറമ്പ് പഴയ നിരത്ത്
PP നാണു മാസ്റ്റർ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ KV സുധീഷ് വോളി 2K24 2024 ജനുവരി 7 മുതൽ 13 വരെ രാത്രി 7 മണി മുതൽ കൂത്തുപറമ്പ് പഴയ നിരത്ത് വോളിബോൾ ഫെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ മുഴുവൻ കായിക പ്രേമികളെയും കുതിപ്പിലും കിതക്കാതെ കുതിച്ചുയർന്ന് എതിർചേരിയിലേക്ക് ഇടിവെട്ടും സ്മാഷുകൾ തീർത്ത് വോളിബോൾ പ്രേമികളുടെ കണ്ണുകളിൽ തീപ്പാറും വോളിബോൾ പോരാട്ടം കാഴ്ചവെക്കാൻ ഇന്ത്യൻ ഇന്റർനാഷണൽ താരങ്ങളും പ്രൈം വോളിയിലെ വിലപിടിപ്പുള്ള താരങ്ങളും ഉൾപ്പെടെ ഓൾ ഇന്ത്യ തലത്തിലെ മികച്ച 8 മേജർ ടീമുകൾ, കണ്ണൂർ ജില്ലയിലെ പ്രഗത്ഭരായ കോളേജ് ടീമുകളടക്കം 8 ജില്ലാ ടീമുകൾ 2024 ജനുവരി 7 മുതൽ 13 വരെ കൂത്തുപറമ്പ് പഴയ നിരത്ത് ഫെഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ കൈപ്പന്ത് കളിയുടെ മഹോത്സവം. ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യട്ടെ. ജനുവരി 6 തീയതി വൈകുന്നേരം ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ ടൂർണമെന്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു.